ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് HSC ഇംഗ്ലീഷിനകത്ത് പ്ലസ് ടു HSC ഇംഗ്ലീഷിനകത്ത് 8th ചാപ്റ്ററായിട്ടുള്ള ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ലെസണാണ്. അപ്പോൾ ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്, അതായത് ഒരു നാടകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പെർസിവാൽ വൈൽഡ് എന്ന റൈറ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റൈറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന ഗൈഡ് എക്സാംമേറ്റ് സഹപാഠി എന്ന് പറഞ്ഞൊരു ഗൈഡാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമ്മറിയാണ് ഞാൻ പറയുന്നത്, ഈ ലെസൻ്റെ സമ്മറിയാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വളരെ ലെങ്ത് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഗൈഡിനകത്ത് അതിൻ്റെ ചുരുക്കമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എല്ലാവരും ഇതിൻ്റെ അതായത് ശരിക്കുള്ള ടെക്സ്റ്റ് വായിച്ചു നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓതറിനെ പറ്റി നോക്കാം. അബൌട്ട് ദ ഓതർ, പെർസിവാൽ വൈൽഡ് 1887 to 1953, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1887 മുതൽ 1953 വരെയാണ്. He is an American dramatist. He was born in 1887 in New York. He graduated from Columbia University at the age of 19. അതായത് 19 വയസ്സിൽ അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. For a time he worked in a bank and reviewed books for newspapers and later decided to be a full-time writer. അപ്പോൾ അദ്ദേഹം ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഒരു ഫുൾ ടൈം റൈറ്ററായിട്ട് മാറിയത്. He has written several short stories, mystery novels and plays. അദ്ദേഹം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, മിസ്റ്ററി നോവൽസ്, അതായത് നിഗൂഢതകളും അങ്ങനെ അത്ഭുതങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്ലേസ്, അതായത് ധാരാളം നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. His famous works include Brothers, Little Short and First is Last. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് ബ്രദേഴ്സ്, ലിറ്റിൽ ഷോർട്ട്, ഫസ്റ്റ് ഈസ് ലാസ്റ്റ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. പിന്നെ ഈ കഥയ്ക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ് അടുത്തത് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ദ അവർ ഓഫ് ട്രൂത്ത് ഈസ് ടേക്കൺ ഫ്രം പെർസിവാൽ വൈൽഡ്സ് കളക്ഷൻ ഓഫ് പ്ലേസ് ടൈറ്റിൽഡ് എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി ആൻഡ് അതർ പ്ലേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി ആൻഡ് അതർ പ്ലേസ് എന്ന് പറയുന്ന നാടകങ്ങളുടെ ഒരു കളക്ഷനിൽ നിന്നാണ് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ലെസൺ, അതായത് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ലെസൺ എടുത്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് ഇറ്റ് ടെൽസ് us the corrupting influence of money on people. അപ്പോൾ ഈ കഥ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് us about the corrupting influence, അതായത് പണം മനുഷ്യനെ എങ്ങനെ കറപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പണത്തിന് ഒരു മനുഷ്യരെ മോശമായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് പണത്തിന് ഉണ്ട് എന്നുള്ള ഒരു തീമിൽ നിന്നാണ് ഈ കഥയുടെ തീം. അങ്ങനെയുള്ളൊരു തീമാണ്. ദ ഹീറോ ഓഫ് ദ പ്ലേ, റോബർട്ട് ബോൾവിൻ, ഈസ് ആൻ അപ്രൈറ്റ് ആൻഡ് ഓണസ്റ്റ് മാൻ. അപ്പോൾ ഈ കഥയുടെ കഥാനായകൻ എന്ന് പറയുന്നത് റോബർട്ട് ബോൾവിൻ എന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഓണസ്റ്റ് ആണ്, അതായത് വളരെ സത്യസന്ധനാണ്, അപ്രൈറ്റ് ആണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് റോബർട്ട് ബോൾവിൻ. His devotion to truth is admired by his wife and children. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ പറ്റി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ വൈഫ് മാർത്ത, പിന്നെ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളാണ്. ഒരാൾ ജോണാണ്, ജോണിന് 27 വയസ്സുണ്ട്. പിന്നെ മകള് എവിയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ലെന്നും എപ്പോഴും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ ഇവർ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു ഫാമിലിയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബട്ട് വെൻ ദേ നോ ദാറ്റ് ഹിസ് എംപ്ലോയർ ഹാസ് ഓഫേർഡ് ഹിം ബ്രൈബ് മണി. പക്ഷേ ഒരവസ്ഥ ഉണ്ടാവുകയാണ്,
റോബർട്ട് ബോൾവിൻ്റെ എംപ്ലോയർ, അതായത് അദ്ദേഹത്തിൻ്റെ തൊഴിലുടമ അദ്ദേഹത്തിന് ഒരു അവസരത്തിൽ ബ്രൈബ് ചെയ്യുകയാണ്, അതായത് കൈക്കൂലി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ their attitude towards him changes. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇദ്ദേഹത്തോടുള്ളൊരു സമീപനം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഫൈനലി റോബർട്ട് ബോൾവിൻ ഈസ് റിവാർഡഡ് ഫോർ ഹിസ് ഓണസ്റ്റി വിത്ത് ദ ഓഫർ ഓഫ് എ ജോബ് ഇൻ ദ തേർഡ് നാഷണൽ. അങ്ങനെ ഈ കഥയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് ഈ കഥയുടെ അവസാനത്തിൽ ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം അദ്ദേഹം തേർഡ് നാഷണൽ എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിനൊരു ജോബ് കിട്ടുന്നതാണ് ഈ കഥയുടെ അവസാനം. അപ്പോൾ ഇനി നമുക്ക് ഈ കഥയുടെ സമ്മറിയിലേക്ക് പോകാം. അപ്പോൾ ഈ കഥയുടെ സമ്മറി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. റോബർട്ട് ബോൾവിൻ ഹാഡ് ബീൻ വർക്കിംഗ് അണ്ടർ ജോൺ ഗ്രഷാം ഫോർ 35 years. അതായത് 35 വർഷമായിട്ട് നമ്മുടെ റോബർട്ട് ബോൾവിൻ, അതായത് ഈ കഥയുടെ കഥാനായകൻ ജോൺ ഗ്രഷാം എന്ന് പറയുന്ന ഓണറിന് കീഴിൽ വർക്ക് ചെയ്യുകയാണ്. ഹി ഈസ് ആൻ എംപ്ലോയി ഓഫ് ജോൺ ഗ്രഷാംസ് ബാങ്ക്. അപ്പോൾ ജോൺ ഗ്രഷാം ഒരു ബാങ്കിൻ്റെ ഓണറാണ്. അപ്പോൾ ഈ ബാങ്കിലെ എംപ്ലോയി ആണ് റോബർട്ട് ബോൾവിൻ. ദ ബാങ്ക് ഹാസ് ക്രാഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്പറൈറ്റർ ജോൺ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റഡ്. അപ്പോൾ എന്താണ് ഈ കഥയിൽ സംഭവിക്കുന്നത്? ഈ ബാങ്ക് പൊളിയുന്നു, അതായത് ബാങ്ക് ക്രാഷ്ഡ്. അപ്പോൾ ജോൺ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്യുകയാണ്. സാമ്പത്തിക തട്ടിപ്പിന് ജോൺ ഗ്രഷാം അറസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹി ഈസ് ഗോയിങ് ടു ബി ട്രൈഡ് ദ നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം അദ്ദേഹത്തെ കോടതിയിൽ വിചാരണ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ജോൺ ഗ്രഷാമിനെ വിചാരണ നടപടി നേരിടാനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബോൾവിൻ ഈസ് ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ ഈ ജോൺ ഗ്രഷാമിനെതിരെയുള്ള ഏക സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ റോബർട്ട് ബോൾവിനാണ്. ഓൺ ദ പ്രീവിയസ് ഡേ ഓഫ് ദ ട്രയൽ Gresham sends for Baldwin and offers him $100,000 in order to say that he doesn't remember anything. അതായത് ഈ ട്രയലിൻ്റെ തലേ ദിവസം ഗ്രഷാം ജോണിന് ഒരു $100,000 ഓഫർ ചെയ്യുന്നു കൈക്കൂലിയായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? സാക്ഷി പറയുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് $100,000 കൈക്കൂലി ഓഫർ ചെയ്യുകയാണ്. ബോൾവിൻസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ വാണ്ട് ഹിം ടു അക്സെപ്റ്റ് ദ ഓഫർ. അപ്പോഴും ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും നാള് നമ്മുടെ റോബർട്ട് ബോൾവിൻ്റെ സത്യസന്ധതയെ പുകഴ്ത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന അതേ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഇങ്ങനൊരു അവസരം വന്നപ്പോൾ, അതായത് $100,000 എന്ന് പറയുന്ന ആ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് മണി അതിനെപ്പറ്റി കേൾക്കുമ്പോൾ അവർ മാറുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ് ആ ബ്രൈബ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പല രീതിയിൽ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നതായിട്ടാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ്, ബട്ട് ഹിസ് ഓണസ്റ്റി ഡസ് നോട്ട് അലോ ഹിം ടു ഡു ദാറ്റ്. എന്നാൽ സത്യസന്ധരായിട്ടുള്ള മനുഷ്യർ മറ്റെന്ത് പ്രലോഭനം ഉണ്ടായാലും ഒരിക്കലും അതിൽ വീണു പോവില്ല. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെയും ബോൾവിൻ അതിനെയൊക്കെ എതിർത്ത് നിൽക്കുകയാണ്. അദ്ദേഹം ആ കൈക്കൂലി വാങ്ങാൻ തയ്യാറാവുന്നില്ല. നോ എമൗണ്ട് ഓഫ് മണി വിൽ മേക്ക് ഹിം ഡു എ തിങ് ഓൺ ദ റോങ് സൈഡ്. അതായത് എത്ര പണം കിട്ടിയാലും തെറ്റായിട്ടൊരു കാര്യം ബോൾവിൻ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ബോൾവിൻ ഉറച്ചു നിൽക്കുകയാണ്. ഹൗഎവർ ബോൾവിൻസ് വൈഫ് മാർത്ത, സൺ ജോൺ ആൻഡ് ഡോട്ടർ ഇവി കമ്പൽ ഹിം ടു അക്സെപ്റ്റ് ദ മണി. അപ്പോൾ ഹൗഎവർ നമ്മുടെ റോബർട്ട് ബോൾവിൻ്റെ വൈഫ് മാർത്തയും മകൻ ജോണും ഇവിയും പൈസ ഈ കൈക്കൂലി വാങ്ങാനായിട്ട് പല രീതിയിൽ റോബർട്ട് ബോൾവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ തിങ്സ് ദാറ്റ് ദിസ് ഇസ് എ മാറ്റർ ഓഫ് മിയർ ടെക്നിക്കാലിറ്റി. ജോൺ എന്ന് പറയുന്നത് റോബർട്ട് ബോൾവിൻ്റെ മകനാണ്. റോബർട്ട് ബോൾവിൻ്റെ മകൻ ജോണിൻ്റെ
കാഴ്ചപ്പാടിൽ ഈ ജോൺ പറയുകയാണ് ഇത് വെറുതെ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്, ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നോ വൺ ലൂസസ് എ സെന്റ്, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇറ്റ് വിൽ ബി ഓക്വേർഡ് ഫോർ ഹിം ഇഫ് ഗ്രഷാം ഈസ് സെന്റ് ടു ജയിൽ ബിക്കോസ് ഹീ ഈസ് നെയിംഡ് ആഫ്റ്റർ ഹിം. അപ്പം മറ്റൊരു കാര്യവും കൂടി ജോൺ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് തൻ്റെ ഫാദറിൻ്റെ എംപ്ലോയറും സുഹൃത്തുമാണ് ജോൺ ഗ്രഷാം. അപ്പോൾ ജോൺ ഗ്രഷാമിൻ്റെ പേരാണ് റോബർട്ട് ബോൾവിൻ തൻ്റെ മകന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജോൺ, അതായത് റോബർട്ട് ബോൾവിൻ്റെ മകൻ പറയാണ്, ഇപ്പോൾ അച്ഛൻ കാരണം അദ്ദേഹം ജയിലിൽ പോവുകയാണെങ്കിൽ അത് എനിക്കും കൂടി മോശമാണ്. അതായത് എൻ്റെ പേരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്, ആ പേരെടുത്തിട്ടാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോബർട്ട് ബോൾവിൻ്റെ മകൻ ജോൺ പറയുന്നുണ്ട്. മാർത്ത തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു സെൻഡ് എ ഫ്രണ്ട് ടു ജയിൽ. അപ്പോൾ മാർത്ത പറയുകയാണ് ഉറ്റ സുഹൃത്തിനെ ജയിലിൽ വിടുന്നത് ഒട്ടും ശരിയല്ല എന്ന് മാർത്ത പറയുകയാണ്. എവി തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു കോൾ ഇറ്റ് ബ്രൈറ്റ് മണി. മകൾ എവി പറയുകയാണ് ഇതിനെ ഒരു കൈക്കൂലിയായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് മകൾ എവി പറയുന്നത്. പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഹി ടേൺഡ് ട്രൈറ്റർ ടു ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങൾ എംപ്ലോയറിനെ ഒറ്റ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ സ്വന്തം ഉറ്റ സുഹൃത്തിനെ ചതിച്ചു എന്ന് ആൾക്കാർ പറഞ്ഞു പരത്തും എന്നൊക്കെ ഇവർ, അതായത് ഈ നമ്മുടെ റോബർട്ട് ബോൾവിൻ്റെ ഫാമിലി റോബർട്ട് ബോൾവിനോട് പറയുകയാണ്. They point out that at this age he will not get a new job. പിന്നെ അവർ ഒരു കാര്യം കൂടെ പറയുകയാണ്, എംപ്ലോയറിനെ ഒറ്റ കൊടുത്ത് ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടാൻ പോകുന്നില്ല. If Gresham is released, he will start the business again and Baldwin can put the money in that business and become a partner. അവർ മറ്റൊരു ഐഡിയയും കൂടെ പറയുകയാണ്, നിങ്ങൾ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഈ ബ്രൈബ് വാങ്ങിയിട്ട് എംപ്ലോയറിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ ഗ്രഷാം ഉടനെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ കിട്ടിയ $1,000 ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് എടുക്കാം, ബിസിനസ് പാർട്ട്ണർ ആകാം. അങ്ങനെ പല പല വഴികൾ പറഞ്ഞ് റോബർട്ട് ബോൾവിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ഈ ഫാമിലി മെമ്പേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Baldwin is shocked and surprised because of the change of attitude of his family. അപ്പോൾ റോബർട്ട് ബോൾവിൻ ഷോക്ക് ആവുകയും സർപ്രൈസ് ആവുകയും ചെയ്യുകയാണ്. അതായത് തൻ്റെ ഒപ്പം തൻ്റെ സത്യസന്ധതയെ പുകഴ്ത്തി തൻ്റെ സത്യസന്ധതയിൽ അഭിമാനം കൊണ്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ഇതേ ഫാമിലി മെമ്പേഴ്സിന് ഈ ഇത്രയും പണം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വന്ന പെട്ടെന്നുള്ള മാറ്റം കണ്ട് റോബർട്ട് ബോൾവിൻ അത്ഭുതപ്പെടുകയാണ്. ബട്ട് ഹി റിമെയിൻസ് ഫേം. പക്ഷേ റോബർട്ട് ബോൾവിൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹി ഹാസ് ലിവ്ഡ് ഹിസ് എൻറ്റയർ ലൈഫ് ആസ് എൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ ഇത്രയും കാലം അദ്ദേഹം സത്യസന്ധമായിട്ട് മാത്രമാണ് ജീവിച്ചത്, യാതൊരുവിധ തെറ്റുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. ഹി വിൽ ഗോ ടു ഹിസ് ഗ്രേവ് വിത്ത് എ ക്ലിയർ കോൺഷ്യൻസ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ മരണം വരെയും ഞാൻ ക്ലിയർ കോൺഷ്യസ് ഉള്ള ആളായിരിക്കും. കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ മരിക്കുമ്പോഴും ഓണസ്റ്റായിട്ട് മരിക്കുമ്പോഴും ഒരു തെറ്റ് ചെയ്യാത്ത, അതായത് ശുദ്ധമായ മനസാക്ഷിയോടുകൂടി മരിക്കും ഞാൻ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. നൗ മാർഷൽ ഇത്രയും സംഭവിച്ചു കഴിയുന്ന സമയത്ത് ഇവരുടെ വീട്ടിലാണ്, നമ്മുടെ റോബർട്ട് ബോൾവിൻ്റെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇങ്ങനെ ഡിസ്കഷനും തർക്കവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നത്. ആരാണത്? അത് മാർഷലാണ്. അപ്പോൾ മാർഷൽ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിനെ പറ്റി പറയാണ്. നൗ മാർഷൽ ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റാണ് മാർഷൽ. അതായത് ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ ഒക്കെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് തേർഡ് നാഷണൽ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഈ തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്ന എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഹി ഓഫേഴ്സ് ബോൾവിൻ
win a position in the third national. അപ്പോൾ അദ്ദേഹം തേർഡ് നാഷണലിൽ ഒരു ജോബ് ഓഫറുമായിട്ടാണ് മാർഷൽ വരുന്നത്. എന്താണ് കാരണം? ഹി ഹാഡ് സീൻ ഗ്രഷാം ദാറ്റ് ആഫ്റ്റർനൂൺ. അന്ന് അദ്ദേഹം ഗ്രഷാമിനെ കണ്ടിട്ടാണ് വരുന്നത്. ഗ്രഷാം ഹാഡ് ടോൾഡ് ഹിം അബൌട്ട് ബോൾവിൻസ് റെഫ്യൂസൽ ടു അക്സെപ്റ്റ് ദ ബ്രൈബ്. അപ്പോൾ ഗ്രഷാം മാർഷലിനോട് പറഞ്ഞു തൻ്റെ എംപ്ലോയി ആയിട്ടുള്ള റോബർട്ട് ബോൾവിൻ ഈ ബ്രൈബ് ഓഫർ ചെയ്തിട്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ലെന്നും അദ്ദേഹം സത്യസന്ധത വിട്ടൊന്നും ചെയ്യാത്ത മനുഷ്യനാണ് എന്നുള്ള കാര്യം ഗ്രഷാം മാർഷലിനോട് പറയേണ്ട ഒരു സാഹചര്യം അന്ന് ഉച്ചയ്ക്കുണ്ടായി. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ റോബർട്ട് ബോൾവിൻ ഇത്രയും സത്യസന്ധനായൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മാർഷൽ അവിടെ എത്തുന്നത്. അപ്പോൾ Gresham also had been so much moved by Baldwin's honesty that he confessed. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ബോൾവിൻ്റെ സത്യസന്ധത കാരണം ജോൺ ഗ്രഷാമിനെ വളരെയധികം സ്വാധീനിക്കുകയും അദ്ദേഹം സ്വയം കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. കൺഫെസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വയം കുറ്റം ഏറ്റെടുത്തു. Thus he saved Baldwin from going to trial to testify against him. അപ്പോൾ ഇനിയിപ്പോൾ റോബർട്ട് ബോൾവിന് സാക്ഷ്യം പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ സ്റ്റോപ്പായി. കാരണം നമ്മുടെ ഗ്രഷാം കുറ്റം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. The honesty of Baldwin is thus rewarded. അങ്ങനെ റോബർട്ട് ബോൾവിൻ്റെ സത്യസന്ധത അങ്ങനെ അവസാനം റിവാർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു എന്താ പറയുക ഗുണപാഠം, മോറൽ എന്ന് പറയുന്നത് സത്യസന്ധത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരു നല്ല വ്യക്തി സത്യസന്ധത വിട്ട് വേറൊരു മോശമായിട്ടുള്ള ഒരു പാതയിലേക്ക് ഒരിക്കലും പോവില്ല എന്നുള്ളൊരു മെസ്സേജ്, അങ്ങനെ പോകരുത് എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഈ ലെസണിലൂടെ പെർസിവാൽ വൈൽഡ് കാഴ്ചക്കാർക്ക്, കാരണം ഇതൊരു നാടകമാണ്, കാഴ്ചക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.